ഓക്കെ, അപ്പോൾ നമ്മൾ ട്രിഗണോമെട്രിയിൽ ഒരു സോൾവ് ദ ട്രയാങ്കിൾ അത് 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ 6 മാർക്കിൻ്റെയും ചോദിക്കുന്നുണ്ട്, ചിലപ്പോൾ നമ്മുടെ പാർട്ട് സിയിലെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേറൊന്നുമില്ല, സോൾവ് ദ ട്രയാങ്കിൾ തന്നെ. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ട്രയാങ്കിളിന് മൂന്ന് വെർട്ടിസസ് ഉണ്ടാവും, 3 ആംഗിൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഈ ഒരു ആംഗിൾ എ, ഈ ഒരു ആംഗിൾ ബി, ഈ ഒരു ആംഗിൾ സി. അപ്പോൾ ക്വസ്റ്റ്യൻ സോൾവ് ദ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എയുടെ ഓപ്പോസിറ്റുള്ള സൈഡിനെ നമ്മൾ സ്മോൾ ലെറ്റർ എ എന്ന് വിളിക്കുക, ആംഗിൾ ബിയുടെ ഓപ്പോസിറ്റുള്ളതിനെ സ്മോൾ ലെറ്റർ ബി എന്ന് വിളിക്കുന്നു, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റുള്ളതിനെ സ്മോൾ ലെറ്റർ സി എന്ന് വിളിക്കുന്നു. ഇവിടെ ഒരു ടോപ്പിക്ക് ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഈ എല്ലാ വെർട്ടിസസും കൂടി ജോയിൻ ചെയ്ത ഒരു സർക്കിൾ വരച്ചാൽ അതിനെ സർക്കിൾ എന്നാണ് വിളിക്കുക. ഓക്കെ, ആ സർക്കിളിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ R എന്ന് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളും ഇതെല്ലാം കൂടിയിട്ട് ട്രിഗണോമെട്രി ആയിട്ട് ഒരു റേഷ്യോ, കുറച്ച് റൂളുകളുണ്ട്. അതിൽ ആ റൂളുകൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിലേക്ക് വേണ്ടി മാത്രം ഒരു റൂൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പറയുന്ന റൂള് സൈൻ റൂൾ അല്ലേ. സൈൻ വെച്ചിട്ടുള്ള തിയറി ഇതാണ്. A/sin, അതായത് സൈൻ എന്തായാലും പറയാം, ഞാൻ കുറച്ച് കാലമായിട്ട് നോക്കാത്തതുകൊണ്ട് ഒക്കെ മറന്നുപോയി, എത്ര പെട്ടെന്ന് മറക്കണ കിട്ടാ. സൈൻ റൂൾ തന്നെയാണ് പറയാം, സൈൻ ഫോർമുല എന്താ പറയുക, സൈൻ റൂൾ തന്നെയാണ് പറയാം കേട്ടോ. ഇപ്പോൾ സൈൻ റൂൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചോളണേ, വളരെ എളുപ്പമാണ്. സൈൻ റൂള് തന്നെ, സൈൻ ലോ അല്ല, സൈൻ റൂൾ തന്നെ വിളിക്കുന്നത്. സ്മോൾ a ബൈ സൈൻ എ, സൈൻ ക്യാപിറ്റൽ എ ഈക്വൽ ടു b ബൈ സൈൻ ബി ഈക്വൽ ടു c ബൈ സൈൻ സി. ഇത് 3 ഈക്വൽ ആവും. അത് എന്തിനോട് ഈക്വൽ ആവും? ഈക്വൽ ടു 2 ഇൻറ്റു റേഡിയസിനോട് ഈക്വൽ ആവും. ഈ ഒരു റിസൾട്ട് വെച്ചിട്ടാണ് നമ്മൾ ആ ട്രയാങ്കിളിൻ്റെ എന്ത് കാണുന്നത്, ആ പ്രോബ്ലംസ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. മനസ്സിലായോ? ഈ റിസൾട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇപ്പോൾ സൈൻ റൂള്, കൊസൈൻ റൂള്, ടാൻജൻറ്റ് റൂള്, അങ്ങനെ 3 റൂളുകളാണ് നമുക്കുള്ളത്. അപ്പോൾ സൈൻ റൂള് പഠിക്കാൻ എളുപ്പമാണ്. ഞാൻ തൽക്കാലം എല്ലാ റൂളൊന്നും പഠിപ്പിക്കുന്നില്ല, ആകെ 2 പഠിപ്പിക്കുന്നുള്ളൂ. പഴയ വീഡിയോയിൽ എല്ലാ റൂളും പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ആവശ്യമുള്ളത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ. സൈൻ റൂളും കൊസൈൻ റൂളും മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ സൈൻ റൂൾ നോട്ട് ചെയ്ത് വെച്ചോ. സൈൻ റൂൾ ഇതാണ്, A/sin A. എ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആണ്. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആംഗിൾ. ശ്രദ്ധിച്ചോളണേ, ക്യാപിറ്റൽ ലെറ്റർ ABC എന്ന് പറയുന്നത് ആംഗിൾസ് ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ ABC എന്ന് വിളിക്കുന്നതോ സൈഡ്സും ആണ് കേട്ടോ. അപ്പോൾ സൈഡ്സും ആംഗിൾസും കണക്ട് ചെയ്യുന്ന റിസൾട്ട്, അതാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? ട്രയാങ്കിളിൻ്റെ സൈഡ്സും ആംഗിൾസും കണക്ട് ചെയ്യുന്ന റൂളുകൾ കേട്ടോ. അതിൽ ഒന്നാമത്തേന് സൈൻ റൂള്. എന്താ സൈൻ റൂള്? A/sin A ഈക്വൽ ടു B/sin B ഈക്വൽ ടു C/sin C. മുകളിലുള്ളത് സൈഡുകളാണ്, താഴെയുള്ളത് ആംഗിളുകളും. ക്ലിയർ ആയോ? ഓക്കെ, മുകളിൽ സൈഡും താഴെ ആംഗിളും കേട്ടോ. ഇതാണ് സൈൻ റൂള്. കൊസൈൻ റൂളും ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പ്രോബ്ലത്തേക്ക് പോകാം. പ്രോബ്ലം എളുപ്പമാണ്, കാൽക്കുലേറ്ററാണ്, മൊത്തം കാൽക്കുലേറ്റർ കളികളാണ്. അതുകൊണ്ട് പ്രോബ്ലം എളുപ്പമാണ്. മറ്റുള്ള ചെയ്ത പോലെയല്ല, പ്രോബ്ലം വളരെ എളുപ്പമാണ് കേട്ടോ. കാൽക്കുലേറ്റർ ചെയ്യാനുള്ളൂ, നമ്മളായിട്ട് കൂടുതലൊന്നും പഠിക്കണ്ട. ഈ റൂള് പഠിക്കണേ, ഈ റൂള് പഠിച്ചേക്കണം, ബാക്കിയൊക്കെ കാൽക്കുലേറ്റർ നമുക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തല്ലോ. അപ്പോൾ അടുത്തത് കൊസൈൻ റൂൾ കൂടി പറയണേ. സൈൻ റൂൾ എഴുതിയെടുക്കുക, കൊസൈൻ റൂൾ. കോസിൻ്റെ റൂളിനെയാണ് കൊസൈൻ റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൊസൈൻ റൂൾ എന്ന് പറഞ്ഞാൽ കോസ് എ ഈക്വൽ ടു, കോസ് എ കാണാൻ പറഞ്ഞാൽ ഈക്വൽ ടു B² പ്ലസ് C² മൈനസ് A² ബൈ 2BC. ഇത് 3 എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടേ. കോസ് ബി, ഇവിടെ സൈൻ എ സൈൻ ബി സൈൻ സിയുടെ പോലെ ഇവിടെ കോസ് ബി ഈക്വൽ ടു A² പ്ലസ് C² മൈനസ് B² ബൈ 2AC. കോസ് സി ഈക്വൽ ടു, വലിയ സി ആണ്, A² പ്ലസ് B² മൈനസ് C² ബൈ 2AB. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് അയ്യോ സാറേ വീണ്ടും പണി കിട്ടിയോ എന്ന് ചിന്തിക്കും അല്ലേ? അങ്ങനെ ചിന്തിക്കേണ്ട. അതിനൊന്ന് ലോജിക്കായിട്ട് മനസ്സിലാക്കി നമുക്ക് പഠിക്കാം. ഒന്ന് ചിന്തിച്ചോ, ഒന്ന് നിങ്ങൾ നോക്കിയേ, ആ 3 നോക്കി ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ നമുക്ക് പഠിക്കാം. എന്താണ് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കുക? അതിൽ കോസ് എ വന്നപ്പോൾ അതിൽ
ഒരാൾക്ക് മൈനസ് ഉണ്ട്. ആർക്കാ മൈനസ്? അതൊന്ന് പഠിച്ചാൽ മതി. ഒന്ന് നോക്കടാ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോസേ വന്നപ്പോൾ ഒരാൾക്ക് മൈനസ് ഉണ്ട്. ആർക്കാ മൈനസ്? 2 എണ്ണം പ്ലസ് 1 എണ്ണം മൈനസാണ്. മൈനസുള്ള ആളെ നോക്കിയാൽ മതി. കോസേ വന്നപ്പോൾ മൈനസ് എ സ്ക്വയറിനല്ലേ അല്ലേ? കോസേ വന്നപ്പോൾ മൈനസ് എ സ്ക്വയറിന്. കോസ് ബി വരുമ്പോൾ മൈനസുള്ള ആരാ നോക്കിയാൽ മതി. മൈനസ് ആർക്കാണ് കോസ് ബി വരുമ്പോൾ? ബി സ്ക്വയറിന്. അത്രേ ഉള്ളൂ. കോസ് സി വന്നപ്പോഴോ മൈനസ് ആർക്കാ? മൈനസ് സി സ്ക്വയറിന്. അപ്പോൾ പഠിക്കാൻ എളുപ്പമല്ലേ? അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. മനസ്സിലായോ? അപ്പോൾ കോസ് എ വരുമ്പോൾ ബാക്കി 2 പ്ലസ്സാണ്. ബാക്കി 2 സൈഡുകൾ പ്ലസ്സാണ്. അതായത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. കോസ് എ വരുമ്പോൾ എ സ്ക്വയർ കുറയ്ക്കുക, കോസ് ബി വരുമ്പോൾ ബി സ്ക്വയർ കുറയ്ക്കുക, കോസ് സി വരുമ്പോൾ സി സ്ക്വയർ കുറയ്ക്കുക. എളുപ്പമല്ലേ? നോക്കി വെക്കുക. കോസയുടെ റിസൾട്ട് നോക്കിയാൽ എന്താ? കോസയുടെ റിസൾട്ട് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. ഞാൻ മഷി നിറച്ചുകൊണ്ടിരിക്കുക, അതാണ് നോക്കാത്തത്. കോസ് ബിയുടെ റിസൾട്ട് എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. കണ്ട, ഇവർ 2 പേര്. കോസിയോ എ സ്ക്വയർ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഈ 2 റിസൾട്ട് ഉണ്ടെങ്കിൽ 11 മാർക്ക് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ 2 റിസൾട്ട് കിട്ടിയാൽ 11 മാർക്ക് ഉറപ്പിക്കാവേ നമുക്ക്. എളുപ്പത്തിൽ പറയുന്നത് അത് കാൽക്കുലേറ്റർ ശരിയാക്കി തരും, നമ്മളൊന്നും പഠിപ്പിക്കേണ്ട. ഈ 2 റിസൾട്ട് പഠിക്കണം. മനസ്സിലായോ? കാരണം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്ന എത്രയാണ്? 3 സൈഡുകൾ തരും നമുക്ക്. ഫൈൻഡ് ആംഗിള് ക്യാപിറ്റൽ എ കാണാനാണ് ചോദിക്കുക. ഓക്കെ, 3 സൈഡുകൾ തന്നിട്ട് എ കാണാനാണ് ചോദിക്കുക. എ എന്ന് പറഞ്ഞാൽ കോസ് ഇൻവേഴ്സ്. നോക്കണേ, കോസ് എ ഈക്വൽ ടു ഇതല്ലേ? കോസ് എ ഈക്വൽ ടു ഇതാണ്. അപ്പോൾ എ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. ഇതാണ് പഠിക്കേണ്ടത്. അമ്മ നോക്കടാ, ബി കാണാൻ ചോദിച്ചാൽ കോസ് ഇൻവേഴ്സ് ബി അല്ലേ? ബിക്ക് മൈനസിൽ വരും. അപ്പോൾ എ സ്ക്വയറും സി സ്ക്വയറും പ്ലസ്സിൽ മൈനസ് ബി സ്ക്വയർ ബൈ 2ac. കണ്ടോ? അപ്പോൾ സി കാണാനോ കോസ് ഇൻവേഴ്സ് എ സ്ക്വയറും സി വന്നാൽ എ സ്ക്വയറും ബി സ്ക്വയറും പ്ലസ്സിൽ മൈനസ് സി സ്ക്വയർ ബൈ 2ab. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മതി. ഇതോടെ കൂടി ട്രിഗണോമെട്രി അവസാനിക്കുകയാണ്. മതി, ഇനി കൂടുതലൊന്നും പഠിക്കുന്നില്ല. ഈ ഒരു സാധനം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പം അമ്മലെ വേറെ ഒന്നുമില്ല പറഞ്ഞത്. നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ദി ട്രയാങ്കിൾ എന്നാണ് ചോദിക്കുക. മനസ്സിലായോ? ട്രയാങ്കിളിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോൾവ് ദി ട്രയാങ്കിൾ എന്ന് ചോദിക്കും. അപ്പോൾ 3 സൈഡുകൾ തന്നിട്ട് 3 ആംഗിൾ കാണാൻ ചോദിക്കും. മനസ്സിലായോ? 3 സൈഡുകൾ തന്നിട്ട് 3 ആംഗിൾ കാണാനാണ് ചോദിക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? ആംഗിൾ കാണാനുള്ള ഫോർമുലയാണ് പറഞ്ഞത്. എ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഇൻവേഴ്സ് എ വരുമ്പോൾ മൈനസ് എ സ്ക്വയർ, ബി വരുമ്പോൾ മൈനസ് ബി സ്ക്വയർ, സി വരുമ്പോൾ മൈനസ് സി സ്ക്വയർ. അങ്ങനെ നോക്കി പഠിച്ചാൽ മതി. ക്ലിയർ അല്ലേ? ബാക്കി 2 പ്ലസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എഴുതിയെടുത്തേ. ഈ 2 റിസൾട്ട് കാണുക. സൈൻ റോളും കൊസൈൻ റോളും കാണാതെ പഠിക്കണം കേട്ടോ. പെട്ടെന്ന് എഴുതുക. ഇത് പഠിച്ചിട്ട് വേണം പ്രോബ്ലം തുടങ്ങാം. ഓക്കെ, ഇതിൻ്റെ കൂടെ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കണ്ടേ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ചോദിക്കും കേട്ടോ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ ചോദിക്കുക. അപ്പോൾ ഏരിയ ഈക്വൽ ടു 1/2 ഇൻറ്റു എ ഇൻറ്റു ബി സൈൻ ഏരിയയാണ്. ഏത് എഴുതണ്ട, ഏരിയ കേട്ടോ. ഏരിയ ഈക്വൽ ടു ഹാഫ് ബി സി സൈൻ സി. നോക്കണേ, ഹാഫ് എ ബി സൈൻ സി. അല്ലെങ്കിൽ ഏരിയയ്ക്ക് വേറൊരു ഫോമുലുണ്ട്, ഹാഫ് എ സി സൈൻ ബി. ഏരിയയ്ക്ക് 3 ഫോമുലുണ്ട്, ഹാഫ് ബി സി സൈൻ എ. ഈ 3 ഫോമിൽ നോട്ട് ചെയ്ത് വെച്ചേ. എന്താ പ്രത്യേകത നോക്കിയൊക്കെ മനസ്സിലാക്കി പഠിച്ചേ. ഹാഫ് എയും ബിയും വരുമ്പോൾ 3ാമത്തെ ആംഗിളാണ് വരുന്നത്, സൈൻ സി. കണ്ടോ? എയും ബിയും വരുമ്പോൾ 3ാമത്തെ ആംഗിൾ വരും. എയും സിയും ആണ് വരുന്നെങ്കിലോ ബി ആണ് വരുന്നത്, ആംഗിൾ ബി ആണ്. ബിയും സിയും വരുമ്പോഴോ ആംഗിൾ എ. മനസ്സിലായോ? ഇത് 2 മാർക്കിന് ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. എല്ലാ വർഷത്തെ 2 മാർക്കിലും മിക്കപ്പോഴും ഇത് ചോദിക്കുന്നുണ്ട് കേട്ടോ. വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് പറഞ്ഞത്. ഹാഫ് എ ബി സൈൻ സി. നോക്കണേ, എ ബി സൈഡ് വന്നാൽ ആംഗിൾ സി ആയിരിക്കും, എ സി സൈഡ് വന്നാൽ ആംഗിൾ ബി ആയിരിക്കും, ബി സി സൈഡ് വന്നാൽ ആംഗിൾ എ ആയിരിക്കും. ഓപ്പോസിറ്റ് കേട്ടോ, ഇല്ലാത്തതാണ് ആംഗിളിൽ വരിക. ഓക്കെ,
ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. അല്ലാണ്ട് ചുമ്മാ ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാകാൻ പോകില്ല. അല്ലെങ്കിൽ ഭ്രാന്തായിട്ടിരിക്കുകയാണ്, അതിലിടയ്ക്ക് സാർ എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ വിചാരിക്കുള്ളൂ കേട്ടോ. ഓക്കെ, കൂടുതലൊന്നുമില്ല, ക്വസ്റ്റ്യൻ എഴുതാം കേട്ടോ. 2022 ചോദിച്ചാണ്, 2022 ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഫൈൻഡ് ദി ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. ഇഫ് എ ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, ബി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ബി അല്ല സോറി, ആദ്യം ബി ഈക്വൽ ടു അല്ല സോറി, ബി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, സി ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ആംഗിൾ എ ഈക്വൽ ടു 30 ഡിഗ്രി. ഇത്രയേ ഉള്ളൂ. 2 മാർക്കാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫൈൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. ഫൈൻഡ് ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കണം നമ്മളിതിൽ പറയട്ടെ. അപ്പോൾ ഏരിയയുടെ ഫോർമുല എന്താ? ഏരിയയുടെ ഫോർമുല ഹാഫ്, ഇത് ബി എം സി അല്ലേ തന്നേക്കണേ. അപ്പോൾ എന്താ ഫോർമുല? ബി ഇൻറ്റു സി ഇൻറ്റു സൈൻ. ബിയും സിയും വന്നാൽ ഏതാണെങ്കിൽ സൈനേ. ക്ലിയർ ആയോ? ഏരിയയുടെ ഫോർമുല എന്താണ്? മനസ്സിലായ ഫോർമുല? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഹാഫ് ഇൻറ്റു ബി എത്രയാണ്? 3 ഇൻറ്റു സി എത്രയാണ്? 2 ഇൻറ്റു സൈൻ 30. ഓക്കെ, തൽക്കാലം സൈൻ 30യുടെ വിലയൊക്കെ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം. അത് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുമെന്ന്. എന്ത് പറ്റി? ബാക്കിയുള്ളവർക്ക് വീഡിയോ ഓക്കെ അല്ലേ? ഓക്കെയാണ്. നിൻ്റെ റേഞ്ച് നോക്കടാ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചോളണേ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താ പറയുക, ഇത് സൈൻ 30യുടെ വാല്യൂ ഇനിയിപ്പോൾ നമുക്ക് ഈ അവസാന ടൈമിൽ പഠിച്ചുണ്ടാക്കാൻ നിങ്ങൾക്ക് എനിക്ക് അറിയില്ല. നിങ്ങൾ പഠിച്ചവർക്ക് അത് കൊടുത്തോളൂ. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അല്ലാത്തവർ ചെയ്യേണ്ടത് ഫുൾ ഉടായ്പാണ് കേട്ടോ. എന്ത് ചെയ്യുന്നു? 3 ഇൻറ്റു സൈൻ 30 എന്ന് കാൽക്കുലേറ്റർ അങ്ങനെ അടിച്ചു കൊടുത്തു. ഒന്നും നോക്കണ്ട. ഓക്കെ, 3 അടിക്കുക. ഈ 2 കട്ട് ചെയ്ത് 2 കട്ട് ചെയ്ത് ബാക്കി 3 ഇൻറ്റു സൈൻ 30 അടിച്ചു വെക്കുക. 3 ഇൻറ്റു സൈൻ 30 എത്ര വരെ? 1.5 കിട്ടിയില്ലേ? 3 അടിക്കുക. 1.5 അത്രയേ ഉള്ളൂ കേട്ടോ. അത് എഴുതിച്ചാൽ മതി. ദാറ്റ്സ് ഓൾ. 1.4 പോയിന്റിലായിട്ട് എഴുതിയിരിക്കും. വേറെ നിവൃത്തിയൊന്നുമില്ല, നമുക്ക് വേറെ നിവൃത്തിയൊന്നുമില്ല കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഈ സമയത്ത് സൈൻ 30 സൈൻ 45 ഒക്കെ പഠിച്ചുണ്ടാക്കാൻ നമുക്ക് നടക്കില്ല. നിങ്ങൾ കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക കേട്ടോ. ഒന്നും നോക്കണ്ട, കാൽക്കുലേറ്റർ തന്നെ യൂസ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക, ഏരിയയുടെ പ്രോബ്ലം അപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് ഫോർമുല ഏതാ സൈഡ് നോക്കുക. തന്നിരിക്കുന്ന 2 സൈഡും അതിൻ്റെ ഓപ്പോസിറ്റിലുള്ള ആംഗിളും കേട്ടോ. മനസ്സിലായോ? ബിയും സി ആണെങ്കിൽ ആംഗിൾ എ വരും, എയും ബി ആണെങ്കിൽ ആംഗിൾ സി വരും, എയും സി ആണെങ്കിൽ ആംഗിൾ ബി വരും കേട്ടോ. അങ്ങനെ ഓക്കെ ആണോ? അമ്മൽ ക്ലിയർ ആയിടാ? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. സോൾവ് ദി ട്രയാങ്കിൾ. ഇങ്ങനെയാട്ടോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോൾവ് ദി ട്രയാങ്കിൾ. സോൾവ് ദി ട്രയാങ്കിൾ. അവരിങ്ങനെ കൊടുത്തിട്ടുണ്ടാവട്ടെ ട്രയാങ്കിളിന്. ട്രയാങ്കിൾ എ ബി സി. ചിലപ്പോൾ ട്രയാങ്കിളിൻ്റെ സിമ്പിൾ ഇട്ടിട്ട് എ ബി സി എന്ന് കൊടുക്കട്ടെ. സോൾവ് ദി ട്രയാങ്കിൾ എ ബി സി. ഇഫ് എ ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ, ബി ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ, സി ഈക്വൽ ടു 4 സെൻറ്റിമീറ്റർ. ഇങ്ങനെ തന്നേക്കണം കേട്ടോ. സോൾവ് ദി ട്രയാങ്കിൾ എ ബി സി. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇതിൽ 3 ടൈപ്പാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. തൽക്കാലം ഞാൻ 3 ടൈപ്പിൽ നിന്ന് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യാണ് കേട്ടോ. സോൾവ് ദി ട്രയാങ്കിൾ എ ബി സി. ട്രയാങ്കിൾ എ ബി സിയുടെ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. സ്റ്റാർട്ട് ചെയ്താലോ? സോൾവ് ദി ട്രയാങ്കിൾ എന്ന ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ ഒരു ട്രയാങ്കിളിനെ സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ മീനിങ് ആ ട്രയാങ്കിളിൻ്റെ സൈഡുകൾ കണ്ടുപിടിക്കുക, ആ ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ എ ബി സിയും കാണുക, സ്മോൾ എ ബി സിയും കാണുക.
അപ്പോൾ അതിന് ക്വസ്റ്റ്യനിൽ അവർ എന്തെങ്കിലുമൊക്കെ ഹിൻഡ് തരും. ഈ പ്രോബ്ലം എന്താ, ഫസ്റ്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ 3 സൈഡ് തരുന്ന പ്രോബ്ലമാണ്. മനസ്സിലായോ? 3 സൈഡാണ് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? 3 സൈഡ് തന്നാൽ 3 ആംഗിൾ എങ്ങനെ കാണും എന്നാണ് ക്വസ്റ്റ്യൻ. സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം എഴുതുക ഗിവൺ എന്ന് പറഞ്ഞിട്ട് സ്മോൾ എ ബി സി ആദ്യം എടുത്ത് എഴുതുക. ഗിവൺ എന്ന് പറഞ്ഞ് സ്മോൾ എയും ബിയും സി എഴുതിക്കുക. എളുപ്പമാണ്. ബാക്കിയൊക്കെ കാൽക്കുലേറ്ററാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ലേ, എല്ലാം കാൽക്കുലേറ്ററാണ് കേട്ടോ. ഫോമുല പഠിക്കണേ. ഓക്കെ, അത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അപ്പോൾ സ്മോൾ എ ബി സികൾ തന്നിട്ടുണ്ട്. ഇനി ക്യാപിറ്റൽ എ കാണാനാണ് ഞാൻ പഠിക്കാൻ പറഞ്ഞത്. കോസ് ഇൻവേഴ്സ്, ആംഗിൾ കാണാൻ കോസ് ഇൻവേഴ്സ് കേട്ടോ. മാർക്ക് ചെയ്തത്. എന്താ ഫോമുല? കോസ് ഇൻവേഴ്സ്. നേരത്തെ പറഞ്ഞ ഫോമുല ഓർത്തോർത്ത് പഠിക്കുക കേട്ടോ. ഐഡിയ മനസ്സിലാക്കി പഠിക്കുക. അതായത് എന്താണ് ഫോമുല വരുന്നത്? കോസ് ഇൻവേഴ്സ്. നോക്കിക്കോളണേ, ഇവിടെ എ അല്ലേ വേണ്ടത്, അപ്പോൾ മൈനസിലാണ് എ സ്ക്വയർ വരേണ്ടത് അല്ലേ. ബാക്കി രണ്ടെണ്ണത്തിൻ്റെ സ്ക്വയർ, അതായത് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസിൽ എ സ്ക്വയർ ബൈ 2bc. ക്ലിയർ ആയോ? ഫോമുല പഠിച്ചോ? ഫോമുല മനസ്സിലാക്കി പഠിക്കണേ. എങ്ങനെയാണ്? ബി സ്ക്വയർ, ഫോമുല മനസ്സിലാക്കി പഠിക്കട്ടോ. അതായത് ചുമ്മാ ബൈ ഹാർട്ട് ചെയ്യല്ലേ, മനസ്സിലാക്കി പഠിക്കുക. ബി സ്ക്വയർ സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2bc. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമ്മൾ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് ഇൻവേഴ്സ് വാല്യൂ കൊടുക്കുക. ബിക്ക് പകരം 2, അപ്പോൾ 2 സ്ക്വയർ. ബിക്ക് പകരം കൊടുക്കുക 2 സ്ക്വയർ, അല്ല 2 അല്ല അല്ലേ, സോറി. ബി എത്രയാണ്? 3 അല്ലേ. 3 സ്ക്വയർ പ്ലസ് സി എത്രയാണ്? 4 സ്ക്വയർ മൈനസ് എസ് എത്രയാണ്? 2 സ്ക്വയർ ബൈ 2 ഇൻറ്റു ബി സി, ബി 3 ഇൻറ്റു 4. ഇങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുക, നമ്മൾ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യേണ്ട. ആദ്യം ന്യൂമറേറ്റർ കണ്ടുപിടിക്കുക. കോസ് ഇൻവേഴ്സ് സ്ക്വയർ ആയിട്ടാണ് ഒറ്റയടിക്ക് ചെയ്തോ, ബ്രാക്കറ്റൊന്നും വേണ്ട. ന്യൂമറേറ്റർ ആദ്യം കാണാം. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. അടിച്ചു നോക്കാം ന്യൂമറേറ്ററിൽ എത്രയും വന്ന്? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ എത്ര വന്നു? പറയ്, എത്രടാ? എത്ര? കേട്ടില്ല. 21. ഓക്കെ, ബൈ ഡിനോമിനേറ്റർ. ഡിനോമിനേറ്റർ സെപ്പറേറ്റ് കാണാം. 2 ഇൻറ്റു 3 ഇൻറ്റു 4. ഡിനോമിനേറ്റർ അടിക്കുക. 2 ഇൻറ്റു 3 ഇൻറ്റു 4 എത്ര? 24 ഇടാം. ഇനി നമ്മൾ കൂടുതലായിട്ട് മിനുക്ക് നിൽക്കരുത്. ഇനി ചെയ്യേണ്ട കാര്യം ഞാൻ പറയുന്നത് പോലെ ചെയ്യണേ. ഷിഫ്റ്റ് കോസ് അടിക്കുന്നു. ഷിഫ്റ്റ് കോസ്. അപ്പോൾ കോസ് ഇൻവേഴ്സ് കിട്ടിയില്ലേ? കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് അടിച്ചിട്ട് കോസ് അടിക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് വന്നില്ലേ? വന്നോ? ഇനി ബ്രാക്കറ്റ് ഇടുക. ബ്രാക്കറ്റിൽ 21/24 ബ്രാക്കറ്റിനുള്ളിൽ അടിക്കണേ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. 21/24 ബ്രാക്കറ്റിനുള്ളിൽ അടിച്ചിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഈക്വൽ ടു പ്രസ് ചെയ്തോ. എത്ര പറയാം? ആൻസർ പറയാം. എത്ര വന്ന്? എത്ര വന്ന്? എല്ലാവരും കാൽക്കുലേറ്റർ ശ്രദ്ധിച്ചോളെ. മോഡിൽ ഞാൻ പറഞ്ഞില്ല, മുകളിൽ ഡി ആയിരിക്കണം കേട്ടോ. മുകളിൽ ഡിഗ്രിയിലായിരിക്കണേ കാൽക്കുലേറ്റർ. ശ്രദ്ധിച്ചോളെ. ബ്രാക്കറ്റിൽ 21/24. ശ്രദ്ധിച്ചേട്ടാ, വളരെ സിമ്പിൾ സാധനം, തെറ്റിക്കരുതേ. ഓക്കെ, ഇനി ഇതല്ല എഴുതേണ്ടത്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ സാധനം ഡിഗ്രിയിലാക്കാൻ ഇങ്ങനൊരു സംഭവം ഉണ്ട് അവിടെ. ഇങ്ങനൊരു സിമ്പിൾ ഉണ്ട് കാൽക്കുലേറ്ററിൽ സെൻട്രലായിട്ട്, കണ്ടോ? അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഡിഗ്രി ആയി മാറും. എത്രയാണ് പറഞ്ഞേ? 28 ഡിഗ്രി. പിന്നെ 50 കേട്ടില്ല, 57 സെക്കൻഡാണ്. ഒരു ഡാഷ് ഇട്ടാൽ മതി, ഒരു ഡാഷ് ഇടാം. പിന്നെ 18
18.09 പിന്നെ 2 ഡാഷ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് മീനിങ് 28 ഡിഗ്രി 57 സെക്കൻഡ് 18.09 മിനിറ്റ് എന്നാണ്. 28 ഡിഗ്രി 57 മിനിറ്റ് 18.09 സെക്കൻഡ് എന്നാണ് കേട്ടോ. അപ്പോൾ എ കണ്ടുപിടിച്ചു നമ്മൾ. ഇനി ഇതേപോലെ ബി കണ്ടുപിടിച്ചു. വളരെ എളുപ്പമാണ്. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് ഉണ്ട് കേട്ടോ. അത് ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ട് കേട്ടോ. ഇനി ബി കണ്ട പെട്ടെന്നായിക്കോട്ടെ. ഇനി ഞാൻ ഒന്നും പറഞ്ഞു തരില്ല. ബി കാണാം, പെട്ടെന്ന് എഴുതാം. ബിയുടെ ഫോമുല മാറാൻ ശ്രദ്ധിക്കുക. ഫോമുല മനസ്സിലാക്കാനാണ് റിസ്ക്. അതൊന്ന് മനസ്സിലാക്കി പഠിക്കുക. ചുമ്മാ ബൈഹാർട്ട് ചെയ്യല്ലേ. ഫോമുല ഞാൻ പറഞ്ഞ പോലെ മനസ്സിലാക്കി പഠിക്കേണ്ട. ഫോമുല ചുമ്മാ ഇതാക്കല്ലേ. ഫോമുല ബി ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ബി വരുമ്പോൾ എയും സിയും എഴുതുക. ആദ്യം എ സ്ക്വയറും സി സ്ക്വയറും എഴുതി. മൈനസിലാണ് ബി സ്ക്വയർ ബൈ 2ac. മനസ്സിലാക്കി എഴുതാം കേട്ടോ. ക്ലിയർ അല്ലേ? ബി വരുമ്പോൾ എ സ്ക്വയർ സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ കേട്ടോ. അപ്പോൾ എ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എത്ര 4 സ്ക്വയർ മൈനസ് എത്രയാണ് 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു 4. മുകളിൽ നോക്കാം. 16 4 20 അല്ലേ. 20 9 കുറച്ചു 11 ബൈ 2 2 4 4 16. കണ്ടുപിടിച്ചോ. ഇത്ര എളുപ്പമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ബാക്കി നിങ്ങൾ ചെയ്തോളേ. സമയമില്ലാത്തത് ഞാൻ ഒരു പ്രോബ്ലം ചെയ്യിപ്പിക്കുന്നുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, ഇതേപോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ. 11/16 അല്ലേ കിട്ടിയത് നോക്കാം. കോസ് ഇൻവേഴ്സ് 11/16 എന്ന് കിട്ടും. കിട്ടിയോ? ന്യൂമറേറ്റർ സെപ്പറേറ്റ് ചെയ്യണേ, ഡിനോമിനേറ്റർ സെപ്പറേറ്റ്. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് കോളാക്കരുത് കേട്ടോ. ഓക്കെ. ന്യൂമറേറ്റർ സെപ്പറേറ്റ്. അതാണ് പ്രശ്നം കേട്ടോ. ന്യൂമറേറ്റർ സെപ്പറേറ്റ് ചെയ്യണേ, ഡിനോമിനേറ്റർ സെപ്പറേറ്റ് ചെയ്യുക. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്ത് ആൻസർ തെറ്റും കേട്ടോ. നിൻ്റെ അതായിരിക്കും നേരത്തെ തെറ്റിയത്. ഓക്കെ. രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ന്യൂമറേറ്ററിനും ബ്രാക്കറ്റ് ഇങ്ങനെ വേണം. 16 അല്ലേ. അപ്പോൾ ഷിഫ്റ്റ് കോസ് അടിക്കുക. ബ്രാക്കറ്റിൽ 11/16 എത്ര വന്നേ? നാൽപ്പത്താറ്. ആ മിനിറ്റ് ആ 2.87 ഉണ്ടെന്ന്. ഓക്കെ. അടുത്ത് കാണാം. സി കണ്ടുപിടിച്ചോ. ഇതന്നെയാണ് എല്ലാവർക്കും കിട്ടിയേ. ഇത് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത്. ഉറപ്പാണോ? ഓക്കെ. അപ്പോൾ അടുത്തത് സി കണ്ടുപിടിക്കുക. അപ്പോൾ ഫോമുല ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. 5 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് 11 മാർക്കിൻ്റെ ഇട്ട് 6 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. 11 മാർക്ക്. കഴിഞ്ഞ 2022 2 മാർക്കും ചോദിച്ചിട്ടു. അപ്പോൾ നോക്കിക്കോളുടെ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക. സി ഈക്വൽ ടു, സി കാണുമ്പോൾ അപ്പോൾ എ സ്ക്വയറും ബി സ്ക്വയറും കൂട്ടുക, സി സ്ക്വയർ കുറയ്ക്കുക ബൈ 2ab. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ മൈനസ് 4 സ്ക്വയർ ബൈ എത്രയാണ് 2 ഇൻറ്റു 3 9 അല്ലേ. 9 4 13 മൈനസ് 16 അല്ലേ. 16 അപ്പോൾ 13 മൈനസ് 3 അല്ലേ വരുന്നത്. മൈനസ് 3 ബൈ 2 4 12. അതേപോലെ മൈനസ് അടിച്ചോണ്ട് ചെയ്യുന്നത്. വേറെ ഒന്നും നോക്കണ്ടേ. നമ്മൾ കൂടുതൽ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടേ. മൈനസ് അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കോസ് ഇൻവേഴ്സ് -3 ബ്രാക്കറ്റ് എടുക്കണേ. കോസ് ഇൻവേഴ്സ് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടാൻ മറക്കരുതേ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ -3/12 കേട്ടോ. -3/12 പറഞ്ഞ ആൻസർ ഡിഗ്രി ആയിട്ട് പറയും. ഡിഗ്രി ആയിട്ടല്ല വരിക. ഡിഗ്രി നമ്മൾ കണ്ടുപിടിക്കണം. എന്താ നീ കാണിക്കുന്നത്? ഡിഗ്രി ഞെക്കിയാലേ ഡിഗ്രി വരുള്ളൂ. അല്ലാണ്ട് ഡിഗ്രി വെറുതെ വരുന്നില്ല. ഓക്കെ. ആ ഡിഗ്രിയുടെ സിമ്പിൾ പിടിച്ച
ആ ഡിഗ്രിയുടെ സിമ്പിൾ ഞെക്ക്. അതിന് ശേഷം ഡിഗ്രി അല്ലാതെ വന്നിട്ട് പോയിൻ്റായിട്ട് വന്നതിന് ശേഷം ഡിഗ്രിയുടെ സിമ്പിൾ ഞെക്ക്. ഓക്കെ, എത്രയാ? ആണോ? എല്ലാവർക്കും 104 ഡിഗ്രി ആണോ? ഇർഫാനെ 104 ഡിഗ്രി ആണോ? ഒരു മിനിറ്റ്. -3 ഷിഫ്റ്റ് ഷിഫ്റ്റിന് അങ്ങനെ. അപ്പോൾ ഷിഫ്റ്റ് കോസ് അടിച്ചിട്ട് ബ്രാക്കറ്റിൽ -3/12 എന്ന് തന്നെ അടിക്കണം കേട്ടോ. $39. ആ 0 കഴിഞ്ഞിട്ട് എന്താ? അപ്പോൾ 39 മിനിറ്റാ, 39 സെക്കൻഡ് ആണോ? ബാക്കിയുള്ളവർക്ക് ഇതാണ് കിട്ടിയേ. ഫസ്റ്റ് കിട്ടിയ ആൻസർ എന്ന് പറഞ്ഞേ. ഫസ്റ്റ് കിട്ടിയ ആൻസർ പറയും. അങ്ങനല്ല, ഫസ്റ്റത്തെ ആംഗിൾ, ഏഴര ആംഗിൾ എന്ന് പറഞ്ഞേ. എത്ര കിട്ടിയേ? അവിടെ ആരെങ്കിലും ഒന്ന് റീപ്ലൈ തേടാതെ. കേട്ടില്ല. എയുടെ വാല്യൂ എത്ര കിട്ടി? 28. ഓക്കെ, അടുത്തത് ബിയുടെ വാല്യൂ എത്രയാ? ഓക്കെ, ഇത് 104. കുഴപ്പമില്ല. അപ്പോൾ ശരി തന്നെയാണ്. ഇത് 3 കൂടി കൂട്ടുമ്പോൾ 180 കിട്ടണം, അതാണ് അർത്ഥം കേട്ടോ. ഇത് 3 കൂടി കൂട്ടി നോക്കുമ്പോൾ ആൻസർ 150. പോയിൻ്റായിട്ടുണ്ട് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ 3 കൂടി കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. കാരണം ട്രയാങ്കിളിൻ്റെ 3 ആംഗിളും കൂടി കൂട്ടുമ്പോൾ അല്ലേ, ട്രയാങ്കിളിൻ്റെ എയും പ്ലസ് ബി പ്ലസ് സി അല്ലേ, 3 കൂടി കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞ് ശരി തന്നെയാണ്, 104 ഇതാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് തന്നെയായിരിക്കും ആൻസർ. ഓക്കെ, എല്ലാവരും കിട്ടിയില്ലേ ഇത്? അപ്പോൾ നമ്മൾ അടുത്തേക്ക് പോവാണ്. 2 സൈഡും ഒരു ആംഗിളും തരുന്ന പ്രോബ്ലം കേട്ടോ. ഓക്കെ, ഏതാ? സോൾവ് ദി ട്രയാങ്കിൾ. ഇഫ് ബി ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ, സി ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, ദെൻ എ ഈക്വൽ ടു 30 ഡിഗ്രി. എ ഈക്വൽ ടു 30 ഡിഗ്രി. സോൾവ് ദി ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമ്മൾ ഇനി സ്മോൾ എ കാണണം, പിന്നെ ആംഗിൾ ബിയും ആംഗിൾ സിയും കാണണം കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ഫോർമുലേനെ നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോർമുലാസ് പഠിപ്പിക്കാതിരുന്നത്. അപ്പോൾ കോസയുടെ റിസൾട്ട് എഴുതി. എന്താണ് കോസ്? ഇപ്പോൾ കോസയിൽ തന്നേക്കണം അവിടെ. കോസയുടെ റിസൾട്ട് എ തന്നത് കൊണ്ടാണ് കോസയെന്ന് എഴുതി. എന്താണ് കോസയുടെ റിസൾട്ട് പറഞ്ഞേ? ഇപ്പോൾ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞേ, മനസ്സിലായി? നമുക്ക് ഇതിന് ഓരോ വീണ്ടും ഫോർമുലാസ് കൂട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് അറിയാവുന്ന ഫോർമുലയിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റുമെന്ന് ശ്രമിക്കുകയാണ് കേട്ടോ. മനസ്സിലായോ? പക്ഷേ ഞാൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ച റിസൾട്ടിൽ നിന്ന് തന്നെ കണക്ട് ചെയ്തിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കൂടുതൽ ഫോർമുലാസ് പഠിച്ച് കൊള്ളാവുണ്ടല്ലോ. അപ്പോൾ കോസയുടെ റിസൾട്ട് നമ്മൾ പറഞ്ഞോ എന്താണ്? എ വരുമ്പോൾ ബി സ്ക്വയറും സി സ്ക്വയറും കൂട്ടി മൈനസ് എ സ്ക്വയർ ചെയ്തു ബൈ 2bc. ശരിയല്ലേ? ഓക്കെ ആണോ? ഇതല്ലേ കോസയുടെ റിസൾട്ട്? ഇപ്പോൾ നമ്മൾ എഴുതിയൊന്ന് നോക്കുക, മുന്നോട്ട് മറിച്ച് നോക്കുക. കൊസൈൻ റൂളിൽ ഇതാണ് കേട്ടോ. കോസ ഈക്വൽ ടു എന്താണ്? കോസയുടെ വാല്യൂ എന്താണ്? ബി സ്ക്വയർ. നമ്മൾ എ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ കോസ് ഇൻവേഴ്സ് എന്ന് എഴുതിയെന്നുള്ളൂ. മനസ്സിലായോ? എ ചോദിക്കുമ്പോൾ ഈ കോസിനോട് ചാടിച്ചു. മനസ്സിലായോ? അപ്പോൾ ശരിക്കും പറഞ്ഞ റിസൾട്ട് ഇതായിരുന്നേ, കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എ സ്ക്വയർ കാണാൻ പറ്റും. നമുക്ക് എ ബിയും സിയോടെ ഉണ്ടല്ലോ, ഈ എ കാണാൻ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ റിസൾട്ട് പുതുതായിട്ട് നമ്മൾ പഠിക്കാൻ നിൽക്കേണ്ടതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കാം നമുക്ക്. ഈ ബി സിയിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ എന്താ വരിക? 2bc കോസ് എ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഒരു റിസൾട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പഠിക്കുന്ന രീതിയാണ് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് എ സ്ക്വയർ ആണ് വേണ്ടത്. നോക്കണേ, ഈ എ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഈ സൈഡിലേക്ക് ഇട്ടു, ഈ സാധനത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നോക്കണേ, എ സ്ക്വയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 2bc കോസ് എ
പ്ലസ് എ സ്ക്വയർ ഈക്വൽ ടു ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ എന്ന് കിട്ടി. നമുക്ക് എ സ്ക്വയർ ആണ് ആവശ്യം. ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc കോസ് എ. ഒന്നുകിൽ നിങ്ങൾ ഇങ്ങനെ റിസൾട്ട് പഠിക്കണം, എ സ്ക്വയർ കാണാൻ ഇങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൂവ് ചെയ്ത് കൊണ്ടുവരണം. ഏതാ നല്ലത്? ഇങ്ങനെ പഠിക്കുന്നല്ലേ അല്ലേ? ഓക്കെ. അപ്പോൾ ബി സ്ക്വയർ എന്താ വരിക? ബി സ്ക്വയർ നിങ്ങൾ പറഞ്ഞോ, ബി സ്ക്വയർ ആണ് ചോദിക്കുന്നത്. ഇതിപ്പോൾ എയും ബി അല്ലേ? ബി സ്ക്വയർ ആണ് ചോദിച്ചെങ്കിലോ എ സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2ac കോസ് ബി. ഇതാ നല്ലതല്ലേ? സി സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab കോസ് സി. ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പഠിച്ചോ, ഈ റിസൾട്ട് ഒന്ന് എഴുതിച്ചോ. ആ 3 റിസൾട്ട് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ, അത് നല്ലത്. അപ്പോൾ ഇങ്ങനെ പ്രൂവ് ചെയ്യണ്ട, ഇനി വെറുതെ എഴുതി കൂളാക്കണ്ട. ഇത് കൂടി പഠിക്കുക, എന്തായാലും പഠിച്ചല്ലേ, അതിൻ്റെ കൂടെ ഒരു റിസൾട്ടുകളും കൂടുതൽ പഠിച്ചു. ഓക്കെ. ഇപ്പോൾ എ സ്ക്വയർ കാണാം, ബി സ്ക്വയർ സി സ്ക്വയർ കൂട്ടുക, മൈനസ് 2bc കോസ് എ കുറയ്ക്കുക. ബി സ്ക്വയർ ആകുമ്പോഴാണ് എയും സിയും 2ac കോസ് ബി. സി ചെയ്യണം എയും ബിയും 2ab കോസ് സി. കേട്ടോ, ആംഗിൾ ഒരിക്കലും ആ വേരിയബിളിൻ്റെ കൂടെ ഉള്ളതായിരിക്കില്ല. ഓക്കെ, അതിൻ്റെ മറ്റേ ആംഗിളായിരിക്കും ചോദിക്കുക. നിങ്ങളെ 2 ദിവസം പഠിപ്പിച്ചുകൊണ്ട് തോന്നുന്നത് തൊണ്ടൊക്കെ പോയിട്ടാണ്, തൊണ്ടയിൽ സൗണ്ടൊക്കെ പോയി. ഓക്കെ, തൊണ്ട ഇൻഫെക്ഷൻ ആയി തുടങ്ങി തോന്നുന്നു. ഇനി 2 ദിവസം കൂടെ ഉണ്ട്, എനിക്ക് വട്ടായി തുടങ്ങി. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കില്ലേ? അതന്നെ, ചുമ്മാ എന്തെങ്കിലും അറിയുന്നവർ പഠിപ്പിച്ച കുഴപ്പമില്ല. ഇതൊന്നും അറിയാത്ത പൊട്ടന്മാരെ പഠിപ്പിക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ട്. കൂട്ടാതെ പറയുമ്പോൾ ഗുണിക്കുന്ന ആൾക്കാരാണ്, അതാണ് പ്രശ്നം. കുഴപ്പമില്ല, എന്തേലുമൊക്കെ ആയില്ലോ ഇപ്പോൾ. ഓക്കെ, ഇതുവരെ 2 ദിവസം മുമ്പ് നിങ്ങൾക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതിൽ നിന്നൊരു മാറ്റം വന്നില്ലേ? ഇത് നമ്മൾ കുറച്ച് മുമ്പ് നോക്കിയാൽ കുഴപ്പമുണ്ടാകുന്നില്ല. കാരണം ഇതെല്ലാം ട്രിഗണോമെട്രി, ഡിഫറൻസിയേഷൻ ഇതൊക്കെ വന്നതുകൊണ്ടാണ്. മറ്റേതെല്ലാം അങ്ങനെയല്ല. മറ്റേ മെട്രിക്സും വെക്ടറും ഒക്കെ പഠിക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം, തുടങ്ങാം. ഇത് നോട്ട് ചെയ്ത് വെച്ചോളാം റിസൾട്ട്. ഇനി ഇവിടെ എഴുതാം. അപ്പോൾ ബിയും സിയും വന്നാൽ എ സ്ക്വയർ എഴുതാം കേട്ടോ. ഓക്കെ, അപ്പോൾ എ സ്ക്വയറിൻ്റെ ഫോമുലയാണ് എന്താണ്? ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ മൈനസ് 2bc ഇൻറ്റു കോസ് എത്രയാണ്? 30. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബി 5 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു 8 ഇൻറ്റു കോസ് 30. ഇതിങ്ങനെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഒന്നും നോക്കണ്ട, ബ്രാക്കറ്റും വേണ്ട, ഒന്നും വേണ്ട, ഒരു പടാൻ പഠിച്ചു. ഓക്കെ, ഓക്കെ, ബ്രാക്കറ്റൊന്നും വേണ്ട കേട്ടോ, നേരെ പഠിച്ചു, ഒന്നും നോക്കണ്ട, യാതൊരു പ്രശ്നമില്ല. കോസ് 60 ആണെങ്കിൽ നല്ല കാണാൻ ഭംഗിയിൽ ആൻസർ കിട്ടിയത്, ഇത് വൃത്തിയിട്ട് ആൻസർ കിട്ടാതെ പ്രശ്നം. റൂട്ട് വരുന്നുണ്ട്, കോസ് 30 റൂട്ട് 3 എഴുതിയോ? എത്ര വന്ന എ സ്ക്വയറിൻ്റെ വാല്യൂ? ബ്രാക്കറ്റ് ഒന്നും വേണ്ട, എങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. 5 സ്ക്വയർ അടിക്കുക പ്ലസ് 8 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 5 ഇൻറ്റു 8 ഇൻറ്റു കോസ് 30. ഓക്കേണോ? എത്ര വന്ന? എല്ലാവർക്കും അതാണ് 19.7179. മതി, ഇത്ര മതി. ഇതാണോ എല്ലാവർക്കും കിട്ടിയേ? ആണോ? ആരെങ്കിലും ഒരാൾക്കും പറയടാ. എത്ര? ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്താണ്, ഇത് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യല്ലേ.
അതായത് 5 അടിക്കുക സ്ക്വയർ അടിക്കുക. ഇത് കാൽക്കുലേറ്ററിൽ നിങ്ങളുടെ കയ്യിലിരിക്കും, വേറെ എന്തത് റിസ്ക്. 5 അടിക്കുന്നു സ്ക്വയർ ചെയ്യുന്നു, പ്ലസ് 8 അടിക്കുന്നു സ്ക്വയർ ചെയ്യുന്നു, -2 അടിക്കുന്നു ഇൻറ്റു അടിക്കുന്നു, വീണ്ടും 5 അടിക്കുന്നു ഇൻറ്റു അടിക്കുന്നു, 8 അടിക്കുന്നു ഇൻറ്റു അടിക്കുന്നു, കോസ് ഇടുന്നു. അപ്പോൾ ബ്രാക്കറ്റ് ഇടുന്നു, ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. 30 അടിക്കുന്നു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ഒരൊറ്റ ഈക്വൽ ടു ആൻസർ ഉണ്ട് പറഞ്ഞു. ആൻസർ പറയേ. ഡിഗ്രി ഒന്നും ആക്കല്ലേ, ഡിഗ്രി ഒന്നും ആക്കി വരാൻ പാടില്ല. ഇത് A² അല്ലേ. 19.71 കേട്ടോ. 71 അടുത്ത വാല്യൂ 79 മതി. 19.71. ഇത് ഡിഗ്രി അല്ല, സൈഡാണ്, സ്മോൾ A ആണ്. ഇതിന് ഡിഗ്രി നാക്കരുത്. ഓക്കെ, 19.71 കേട്ടോ. അപ്പോൾ A കാണാൻ നമുക്ക് A ആണ് വേണ്ടത്. റൂട്ട് ഓഫ് അത് 19.7179. റൂട്ട് കണ്ടുപിടിച്ചോ. 19.7179 റൂട്ട് എത്ര വന്ന്? പറയേ. 4.44 മതി തൽക്കാലം. 4.44 കൊടുത്തു കേട്ടോ. അപ്പോൾ A കിട്ടി. അപ്പോൾ നോക്കുക, നമുക്ക് Aയും കിട്ടി, B ഓൾറെഡി നമുക്കറിയാം എന്താണ് 5 ആണെന്നറിയാം, C അറിയാം 8 ആണെന്ന്. അപ്പോൾ ഈ 3 സൈഡും കിട്ടിക്കഴിഞ്ഞില്ലേ. ഒരു സൈഡല്ലേ കിട്ടാത്തുണ്ടാവും, ആ സൈഡ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി ആംഗിൾ B പഴയ ഫോമിൽ അപ്ലൈ ചെയ്തോ, ആംഗിൾ C പഴയ ഫോമിൽ അപ്ലൈ ചെയ്യുക. മനസ്സിലായോ? എന്താണ് ഫോമുല? ആംഗിൾ ബിയുടെ ഫോമുല കോസ് ഇൻവേഴ്സ്. അതിന് മനസ്സിലായല്ലോ എന്താണ്? ബി വരുമ്പോൾ A² പ്ലസ് B² മൈനസ് C², അല്ല ബി അല്ലേ, A² പ്ലസ് C² മൈനസ് B² / 2AC. അത് അതിലിട്ട് കൊടുക്കുക കേട്ടോ, ഒരു ആൻസർ കിട്ടും. എവിടെയാ? കോസ് ഇൻവേഴ്സ് A² പ്ലസ് B² മൈനസ് C² / 2AB. അതിലിട്ട് കൊടുക്കട്ടെ. തൽക്കാലം ചെയ്യുന്നില്ല, നിങ്ങൾ പിന്നീട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അതിൽ കൊടുത്തുക. മനസ്സിലായോ ചെയ്യേണ്ടത്? അതായത് കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റിൽ A എത്രയാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്? 4.44² പ്ലസ്, കണ്ടോ, C എത്രയാണ്? 8² മൈനസ് B എത്രയാ? 5² / 2 × 4.44 × 8. അത് എത്രയെന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. മനസ്സിലായോ? എവിടെയോ കോസ് ഇൻവേഴ്സ് ബ്രാക്കറ്റ് ഇട്ടു. A² 4.44² പ്ലസ് B² 5² മൈനസ് 8² / 2 × 4.44 × B 5. ഇത് എത്രയെന്ന് അത് ചെയ്തോ കേട്ടോ. ഞാൻ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണേ, സമയം വേസ്റ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ എന്നാ. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കണം ക്വസ്റ്റിനെ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് 2 ടൈപ്പാണ് നമ്മൾ നോക്കിയല്ലേ. അതായത് ഫസ്റ്റ് ഇപ്പോൾ 3 ഫോമുലയാണ് തന്നിരുന്നെങ്കിൽ, 3 സൈഡാണ് തന്നിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? 3 ആംഗിൾ കാണാൻ വേണ്ടിയിട്ട് 3 ആംഗിൾ കാണാൻ ആ കോസ് ഇൻവേഴ്സിൻ്റെ ഫോമുല യൂസ് ചെയ്തു. 2 സൈഡാണെങ്കിലോ 2 സൈഡ് തന്നാൽ 3ാമത്തെ സൈഡ് നമ്മൾ കണ്ടുപിടിച്ചു. മനസ്സിലായോ? 3ാമത്തെ സൈഡ് കണ്ടിട്ട് എന്നിട്ട് എന്ത് ചെയ്തു? വീണ്ടും പഴയതുപോലെ കോസ് ഇൻവേഴ്സിൻ്റെ ഫോമുല അപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ചു. മനസ്സിലായോ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലാസ്റ്റ് ടൈപ്പാണ്. ഒരു സൈഡും 2 ആംഗിളും തരുന്ന കേട്ടോ. മനസ്സിലായോ? ഒരു സൈഡും 2 ആംഗിളും തരുന്ന പ്രോബ്ലം. ഓക്കെ അല്ലേ? അത് ചെയ്യാവേ. ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. അപ്പോൾ നമ്മൾ 3ാമത്തെ ടൈപ്പാണ്. അപ്പോൾ ഓരോ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുള്ളൂ, സമയമില്ല നമുക്ക്. ബാക്കി നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. സോൾവ് ദി ട്രയാങ്കിൾ ABC. സോൾവ് ദി ട്രയാങ്കിൾ ABC. ABC സോൾവ് ചെയ്യാനാണ്. ആംഗിൾ ആണ് തന്നെ. A = 35 ഡിഗ്രി. A 35 ഡിഗ്രി തന്നു. B = 68 ഡിഗ്രി. അതുപോലെ സ്മോൾ ലെറ്റർ C ആണ്. സ്മോൾ C = 25 സെൻറ്റിമീറ്റർ. ഇതാണ് 3ാമത്തെ ടൈപ്പ്. ഇത് എളുപ്പം തന്നെയാണ്, അത്ര വലിയ ടഫൊന്നുമല്ല. ഇത് സൈൻ റൂളാണ് യൂസ് ചെയ്തത് മാത്രം. ഓക്കെ, ഇത് സൈൻ റൂൾ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ Aയും Bയും തന്നിട്ടുണ്ട്. അത് ക്യാപിറ്റൽ Aയും ക്യാപിറ്റൽ Bയും തന്നു. 2 ആംഗിളാണ് തന്നിരിക്കുന്നത്. ആദ്യം ചെയ്ത ടൈപ്പ് ഓർമ്മയുണ്ടോ? ആദ്യം ചെയ്ത ടൈപ്പിൽ 3 സൈഡ് തന്നു. മനസ്സിലായോ? 3 സൈഡ് തന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൻ പറഞ്ഞു? നമ്മുടെ ആംഗിൾ കാണാൻ പറഞ്ഞു അല്ലേ. അതാണ് ഫസ്റ്റ് ടൈപ്പ്. രണ്ടാമത്തേൽ 2 സൈഡും ഒരു ആംഗിൾ. അപ്പോൾ നമ്മൾ 2 സൈഡും പകരം 3ാമത്തെ സൈഡ് ഒരു ഫോമുല ഉപയോഗിച്ച് കണ്ടുപിടിച്ചു.
എന്നിട്ട് പിന്നെ പഴയ പോലെ ഇത് ചെയ്ത് കണ്ടുപിടിച്ചു. ഓക്കെ, ഇതിൽ 2 ആംഗിളും ഒരു സൈഡ്. അപ്പം നമ്മൾ ഈ കാണേണ്ടത് 2 സൈഡ് കണ്ടുപിടിക്കണം, ഒരു ആംഗിൾ കാണണം. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് 3 ട്രയാങ്കിളിൻ്റെ ആംഗിളുകൾ കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം. എയും ബിയും സിയും കൂടി കൂട്ടുമ്പോൾ, ഇത് വലിയ സി ആണ്, വലുതാക്കി എഴുതിക്കോട്ടെ, 180 ഡിഗ്രി. അത് ചെറിയ സി ആണ്, സൈഡാണ്. ഇത് 3 ആംഗിളുകളാണ് കേട്ടോ. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയും. അപ്പോൾ 35 പ്ലസ് 68 പ്ലസ് സി ഈക്വൽ ടു 180. ഇത് കൂട്ടി നോക്കാം. 35 68 കൂട്ടിയ കൂട്ടുക. 35 പ്ലസ് 68, 35 ഡിഗ്രി 68 ഡിഗ്രി കൂടി കൂട്ടുക. 35 പ്ലസ് 68 കൂട്ടിയാൽ മതി. ഓക്കെ, എത്ര വന്ന് 60, 30, 90, 95, 100, 103 ആണോ? 103 എന്ന് പറഞ്ഞാൽ 103 സിയും കൂടി കിട്ടുമ്പോൾ 180 ആണ്. അപ്പോൾ സി കിട്ടുമ്പോൾ എന്ത് ചെയ്താൽ മതി? 180 മൈനസ് 103 ചെയ്താൽ മതി. ഓക്കെ, ഇതിനാണ് ചാടിച്ചു കേട്ടോ. സി കിട്ടാൻ 180 103 കുറച്ചാൽ മതി. കുറച്ചോ? എത്ര വരിക? എത്രയാ? എത്രയാ? കേട്ടില്ല? എത്രയാ? 77 കിട്ടിയില്ല. ഓക്കെ, നിങ്ങൾ കോഴിക്കോട്ടുകാരുടെ ഭാഷ നമുക്ക് മനസ്സിലാകണില്ല നീ, അതാ. ഓക്കെ എടാ നീ ഓക്കെ ആ 77. ഓക്കെ, കുഴപ്പമില്ല. 77 എന്ന് പറയുമ്പോഴേ കോഴിക്കോട് മലപ്പുറം എല്ലാ ആരും കുറ്റം പറയാനൊന്നുമില്ല. ഓക്കെ, എനിക്ക് പിന്നെ ഞാനിപ്പോൾ എല്ലാ ജില്ലകളും ഏകദേശമൊക്കെ ഇങ്ങനെ ഓൺലൈൻ ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവരെയായിട്ട് ഏകദേശം ടച്ചായി. ഞാൻ പഠിച്ചത് അല്ല, വീട് തൃശ്ശൂരാണല്ലോ. തൃശ്ശൂരാണെങ്കിലും ബോർഡറാണ്, തൃശ്ശൂരിൻ്റെ മലപ്പുറത്തിൻ്റെയും ബോർഡറാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് മലപ്പുറം ഭാഷ വലിയ കുഴപ്പമില്ല. അതായത് ഇതെന്താ ഓന് കുത്തിരിക്കുക, അതൊക്കെ ഞങ്ങളെവിടെയും പറയും, കാരണം വേറെ പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫസ്റ്റ് വർക്ക് ചെയ്തത് കോഴിക്കോടാണ്. മനസ്സിലായോ? അത് നന്ദിയിലാണ്. അത് വേറെ ഭാഷയല്ലേ, അത് വെറൈറ്റി ഭാഷയാണ്. നന്ദിയിലൊക്കെ വരുമ്പോൾ നന്ദി കൊയിലാണ്ടി ഭാഷ. കോഴിക്കോടിനേക്കാളും കടത്തി വിട്ടിരിക്കുന്ന കൊയിലാണ്ടി എത്തുമ്പോൾ. പിന്നീട് ഞാൻ പിന്നെ നേരെ ട്രിവാൻഡ്രത്തേക്ക് എത്തി. അപ്പോൾ പിന്നെ അത് നമ്മുടെ പൈലകളുടെ ഭാഷയും അതൊക്കെ. അത് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കുന്ന കൂടുതൽ ഈ പാറശാല ഏരിയയിലാണ്. പാറശാല ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഒരു അപ്പോൾ ട്രിവാൻഡ്രം മൊത്തം ഓക്കെ, മനസ്സിലായോ? പിന്നെ മലപ്പുറത്ത് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, മലപ്പുറത്ത് പോകും. ഇപ്പം നിലവിൽ ട്രിവാൻഡ്രത്തുണ്ട്. ഓക്കെ, അതുകൊണ്ട് കേരളം മൊത്തം എനിക്ക് തീരെ പിടികിട്ടത് കാസർഗോഡ് ഭാഷയായിട്ടാണ്. ബാക്കിയൊക്കെ ഇങ്ങനെയാണ് സഹിക്കുക. പക്ഷെ കാസർഗോഡിൽ ചില ഭാഷ സ്പീഡ് കൂടുമ്പോഴേ ഒരു രക്ഷയില്ല, എനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും കേരളം അടിപൊളിയല്ലേ, ഒരുപാട് ഭാഷകളൊക്കെ വന്നിട്ട്. എഴുതിക്കോ. അപ്പോൾ സി കിട്ടിയല്ലേ? എയും ബിയും സിയും. എവിടെയാണ് നമ്മുടെ പോളി പിള്ളേരുണ്ട്, അത് കാരണം കുഴപ്പമില്ല. വയനാട് പിള്ളേരിപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു ഇന്ന്. അപ്പോൾ 3 ആംഗിളായ എയും ബിയും സിയും കിട്ടിയ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെയൊക്കെയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുവരെ പറഞ്ഞ റൂളല്ല നമ്മൾ ചെയ്യുന്നത്. എയും ബിയും സി കിട്ടി കഴിഞ്ഞാൽ ആംഗിളുകൾ കിട്ടിയപ്പോൾ സി കണ്ടുപിടിച്ചു കേട്ടോ. ആംഗിൾ സി 77 കിട്ടിയിട്ടാ. ഓക്കെ, ഇനി നമുക്ക് സൈഡുകൾ കിട്ടാൻ നമുക്കുള്ള റൂള് സൈൻ റൂളാണ് കേട്ടോ. സൈൻ റൂൾ എന്താണ്? സൈൻ റൂൾ പറയുന്നത് എ ബൈ സൈൻ എ ഈക്വൽ ടു ബി ബൈ സൈൻ ബി ഈക്വൽ ടു സി ബൈ സൈൻ സി. എളുപ്പമാണ് കേട്ടോ, ഒന്ന് മനസ്സിലാക്കി എളുപ്പമാണ്. അതിൽ ഈ കണ്ടുപിടിച്ച വാല്യൂസ് ഒക്കെ ഇട്ട് കൊടുക്കുക. സ്മോൾ എ അറിയില്ല, അപ്പോൾ എ ബൈ സൈൻ എയുടെ വാല്യൂ എത്രയാണ്? 35 ഈക്വൽ ടു ബി ബൈ സൈൻ 68 ഈക്വൽ ടു സി നമുക്കറിയാം കേട്ടോ. എത്രയാണ്? 25 ബൈ സൈൻ 77. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട്. സൈൻ റൂളിൻ്റെ റിസൾട്ട് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ഇതുവരെ എഴുതാം, ഇതുവരെ എഴുതി വയ്ക്കുക. ഓക്കെ ആണോ? ഇതുവരെ എഴുതിയോ?
ഇനി എളുപ്പമാണ്. ഇനി വലിയ റിസ്ക് ഒന്നും കേട്ടോ, മറ്റേ അത്ര റിസ്കുകളൊന്നുമില്ലേ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ചെറിയൊരു ബുദ്ധിയോടെ, അതില്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ കഷ്ടപ്പെടുന്നത് അല്ലേ. ഓക്കെ ഓക്കെ, ചെറുതായിട്ടൊരു ബുദ്ധി വേണം കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കുക. കോമൺ സെൻസ്. അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എയും ബി ആണ് ഇനി കാണാനുള്ളത്, ബാക്കിയൊക്കെ നമുക്ക് കണ്ടുപിടിച്ചു. മനസ്സിലായോ? അപ്പൊ ഇയാളെയും കൂടിയിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്തു, നമ്മൾ ഗ്രൂപ്പാക്കി. അതായത് ഞാൻ 3 ഈക്വലാന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവർ 3 പേരും ഈക്വലാണെന്നാണ് നമ്മുടെ ഈ റൂള് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചിട്ടാ ഈ 2 പേരെന്നെ എടുത്തു. അതായത് ആരൊക്കെ? a/sin 35 ഇങ്ങോട്ട് കിട്ടും 25/sin 77. ഇവര് 2 പേര് ഇക്വേറ്റ് ചെയ്തു. ഇനി നമുക്ക് എ അല്ലേ വേണ്ടുള്ളൂ അല്ലേ? ഉറപ്പല്ലേ? അപ്പോൾ ആ sin 35 അവിടെ ഇൻറ്റ് ചെയ്തു. അപ്പൊ എയുടെ വാല്യൂ എന്താണെന്നറിയോ? എയുടെ വാല്യൂ sin 35 ഇൻറ്റു 25/sin 77. ഇത്രയേ ഉള്ളൂ. അത് കാൽക്കുലേറ്റർ ആണ്ട് അങ്ങനെ ടൈപ്പ് ചെയ്തു. ഒന്നും നോക്കണ്ട, ഫുള്ള് ടൈപ്പാണ് കേട്ടോ. ഫുള്ള് കാൽക്കുലേറ്റർ അങ്ങനെ ടൈപ്പ് ചെയ്യാം. ബ്രാക്കറ്റും വേണ്ട, ഒന്നും വേണ്ട, അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഒന്നും നോക്കണ്ട, ജസ്റ്റ്. അതായത് ഈ നമുക്ക് എ ആണ് വേണ്ടത്. എ ഇല്ലാത്ത ഈ sin 35 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ ഇൻറ്റു ആയിട്ടാണ് വരിക. ന്യൂമറേറ്ററിലേക്ക് പോകും കേട്ടോ, 25 കൂട്ടത്തേക്ക് പോകും. ഓക്കെ, എയുടെ താഴത്തെ ആളുടെ അങ്ങോട്ട് പറഞ്ഞേച്ചു. എ പറഞ്ഞ എനിക്ക് ആരും കൂട്ട് വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞു. അപ്പോൾ കൂടുതലുള്ള ആൾക്കാരുടെ ചവിട്ടി പുറത്താക്കി. ഓക്കെ, അപ്പോൾ എയുടെ താഴെ ഉണ്ടായിരുന്ന ആള് മുകളിലേക്കാണ് പോവുക. ഓക്കെ, അപ്പോൾ ന്യൂമറേറ്ററിലേക്ക് പോകുന്നു കേട്ടോ. ക്ലിയർ ആയോ? എയുടെ ഡിനോമിനേറ്ററിലേക്ക് sin 35 അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ sin 35 ഇൻറ്റു 25/sin 77. ശ്രദ്ധിച്ചോട്ടെ, കാൽക്കുലേറ്ററിലെ ഇതിനൊരു ബ്രാക്കറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ തെറ്റാനുള്ള ചാൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. സൈൻ അടിക്കുക, 30 ബ്രാക്കറ്റിനുള്ളിൽ 35 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു 25 അടിക്കുക, ബൈ. മനസ്സിലായി? ഇങ്ങനെ വലിയ റിസ്ക് ഒന്നുമില്ല. സൈൻ അടിക്കുക, ബ്രാക്കറ്റ് ഇടുക, 35 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഇൻറ്റു അടിക്കുക, 25 അടിക്കുക, ബൈ അടിക്കുക, സൈൻ അടിക്കുക, വീണ്ടും 77 ചെയ്യുക. റൈറ്റ് ഈക്വൽ ടു. അത്രേ ഉള്ളൂ. എത്രയാ വന്നേ എയുടെ വാല്യൂ? പറയും, എയുടെ വാല്യൂ എത്രയാ? sin 35 ഇൻറ്റു 25/sin 77. പറഞ്ഞോളൂ ആയിക്കോട്ടെ. $14.71 അല്ലേ അവസാനം? യെസ്, ഉറപ്പിച്ചില്ല അല്ലേ? ഉറപ്പിച്ചു. ഓക്കെ, 14.71. ആ, അമൽ പറഞ്ഞാൽ പിന്നെ അപ്പീലില്ല. ഓക്കെ, ഉറപ്പായി. അങ്ങനെ അമലും പുലിയായി മാറിട്ടാ. അപ്പൊ ബി കാണാൻ അടുത്ത 2 ഇക്വേറ്റ് ചെയ്തോ. ഇതിനങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത നേരത്തെ പോലെ തന്നെ. ബി ഈക്വൽ എത്രയാണ്? sin 68 ഇൻറ്റു 25/sin 77. ബി അതേപോലെ ചെയ്തോ. 68 ഇൻറ്റു 25 സെപ്പറേറ്റ് ചെയ്യരുത്, അതിന് വേറെ ആക്കണേ. sin 68 തന്നെ എഴുതണേ. sin 68 ഇൻറ്റു 25. ബ്രാക്കറ്റ് എങ്ങാനും മാറിപ്പോയാൽ തീർന്നിട്ടാ. ഓക്കെ, അപ്പറേ 23.78. ഉറപ്പാണോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ ശരിയായിട്ടാ. അപ്പോൾ ഇങ്ങനെയാണ് 3 ടൈപ്പുകൾ. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ പ്രോബ്ലം ചെയ്യാത്തത്. നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വർക്കൗട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ മോഡലിൽ വന്ന എല്ലാ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോടെ. 2 ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട്, 6 മാർക്കിലും കിടക്കുന്നുണ്ട്, 5 മാർക്കിനുണ്ട്. അപ്പോൾ നോക്കിയൊക്കെ 6 മാർക്കിൽ കുറേ ആയിട്ടത് നമ്മളിപ്പോൾ. ഓക്കെ, ഏതൊക്കെ കിട്ടത് എനിക്കറിയില്ല, കുറേ ആയി നമ്മൾ 6 മാർക്ക് പറയാം. ഇനി ഒരു 6 മാർക്കിൻ്റെ സാധനം കൂടെ ഉണ്ട്. അതായത് സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡെറിവേറ്റീവ്. അതായത് ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ബൈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ഡിഫറൻസിയേഷൻ കേട്ടോ. അതുകൂടി ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു പാർട്ട് ബി മൊത്തത്തിൽ തന്നെ എടുക്കാം. ഓക്കെ, ഫുള്ള് നമുക്ക് തന്നെ എടുക്കാം. ഓക്കെ, പാർട്ട് ബി നമ്മൾ തന്നെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ എടുക്കുക. ഓക്കെ, ഒന്നും നോക്കണ്ട.
ക്ലിയർ അല്ലേ? അപ്പോൾ സൈൻ എക്സും കോസ് എക്സും നമ്മൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് പഠിക്കണം. ഇത് അടുത്ത വീഡിയോയിൽ ചെയ്യട്ടെ. അപ്പോൾ തൽക്കാലം ട്രിഗണോമെട്രി ഇതുവരെ പഠിച്ച് നിർത്തുക. ഇനി ഇന്ന് ട്രിഗണോമെട്രിയിൽ ഇഷ്ടംപോലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇനി എപ്പോഴേ പറഞ്ഞില്ല, അതായത് സൈൻ ഒരുപാട് ഫോർമുലാസ് വീണ്ടും പഠിക്കും. sin 20 ഇൻറ്റു sin 40 ഇൻറ്റു sin 30 അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. sin 80 = 1/8 അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെയൊക്കെ നോക്കിക്കോളൂട്ടാ, എനിക്കറിയില്ല ഇനിയിപ്പോൾ എങ്ങനെ പറഞ്ഞു തരുന്നത്. ഓക്കെ, മതി, ഇത്ര മതി. ചോയ്സ് ഉണ്ടല്ലോ, ഇത്രയൊക്കെ മതി. മാക്സിമം വർക്കൗട്ട് ചെയ്യുക. ഒന്ന് ഞാൻ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക, ഇത് ചെയ്യരുത്, ആവശ്യമില്ലാത്ത അനാവശ്യ കാര്യങ്ങളൊന്നും പേപ്പറിൽ എഴുതി വയ്ക്കരുത്. എഴുതുന്നത് നല്ല ഡോക്ടർമാർ എഴുത്തൊന്നും എഴുതരുത് കേട്ടോ, നീറ്റായിട്ട് എഴുതുക. അല്ലേ, മനസ്സിലാവാത്ത രീതിയിലൊന്നും എഴുതി വയ്ക്കരുത്, നല്ല നീറ്റായിട്ട് എഴുതുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുന്നു, ഡോക്ടർമാരെ എഴുത്ത അവസാനം ഉണ്ടാകും ചോയ്സ് ഇട്ട്, അതായത് ഫുള്ള് നമ്മൾ കറക്റ്റായിട്ട് എഴുതിയിട്ട്, അതായത് കറക്റ്റായിട്ട് എല്ലാം ഞാൻ പറഞ്ഞ പോലെ ചോയ്സ് എല്ലാം കറക്റ്റായിട്ട് എഴുതി അവസാനം ചോയ്സ് ഉണ്ടല്ലോ ഭയങ്കര ടഫാക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ചൊന്നും ഉറപ്പില്ലാങ്ക. അപ്പം പിന്നെ എന്താ പറയുക, ഈ ചില പ്രൂഫുകളൊക്കെ ഉണ്ടല്ലോ, പ്രൂവ് ദാറ്റ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇനി അത് നിർത്തിയില്ല, ഡോക്ടർമാരെ എഴുതുന്നുണ്ട് കേട്ടോ. അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തോ. പക്ഷേ പഠിക്കുന്നതൊക്കെ അത്ര വ്യക്തമായിട്ട് എഴുതി വയ്ക്കുക കേട്ടോ, മനസ്സിലായല്ലോ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതാം, പിന്നെ പാർട്ട് സിയിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എഴുതാം. ഞാൻ നേരത്തെ പറഞ്ഞ ഓർക്കണേ, അതായത് ഒരിക്കലും പാർട്ട് എയിലെ ഒരു ക്വസ്റ്റ്യൻ എഴുതി 1, പാർട്ട് എ എഴുതി 1 എഴുതി, പിന്നെ ഉടൻ തന്നെ പാർട്ട് ബിക്ക് പോയി അവിടുത്തെ 1 എഴുതി, പിന്നെ വീണ്ടും പാർട്ട് സിക്ക് പോയി അവിടുത്തെ 1 എഴുതി, വീണ്ടും പാർട്ട് എക്ക് വന്നു 2 എഴുതി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കേട്ടോ, കാര്യം മനസ്സിലായോ? ഇതെങ്ങനെ പേപ്പർ നോക്കുന്നത് നിങ്ങൾക്കറിയോ? ടീച്ചർമാർ വാലിഡേറ്റ് ചെയ്യുന്നതാണ്, അറിയാത്തവർ ശ്രദ്ധിക്കുക. ഈ പേപ്പർ നോക്കുന്ന അത്ര വലിയ എന്താ പറയുക, നല്ല സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഫോട്ടോ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആൻസർ കീ തന്നിട്ടുണ്ടാവും കേട്ടോ, ഒരു ആൻസർ കീ ഉണ്ടാവേ. അപ്പോൾ നിങ്ങളുടെ പേപ്പർ നമ്മൾ എഴുതിയപ്പോൾ നിങ്ങളുടെ പേപ്പറിൻ്റെ ഫ്രണ്ട് ഷീറ്റ് കണ്ടിട്ടുണ്ടാവില്ലേ? ആ ഫ്രണ്ട് ഷീറ്റിൽ ടീച്ചർമാർക്ക് അതിൻ്റെ ഉള്ളിൽ ക്ലാസ്സിൽ എക്സാം എഴുതുന്ന പോലെ ചുമ്മാ ഇങ്ങനെ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊന്നുമില്ല. അപ്പോൾ ടീച്ചർ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫസ്റ്റ് പേജ് മറയ്ക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. നിങ്ങളുടെ ഫസ്റ്റ് പേജ് ഞാനിവിടെ മറച്ചു എന്നില്ല, ബുക്ക്ലെറ്റ് അല്ലേ, ഒരു ബുക്ക് ഇവിടെ ആണല്ലോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ഇതിപ്പോൾ നിങ്ങളുടെ ബുക്കിലെറ്റ്, ഇത് ടീച്ചറുടെ കയ്യിലുള്ള ആൻസർ കീ. അപ്പോൾ നിങ്ങളുടെ ബുക്കിലെറ്റിൽ മാർക്ക് കഴിഞ്ഞാലും അവിടെ ഒന്നും ടീച്ചർമാർക്ക് എഴുതാൻ പാടില്ല, മനസ്സിലായോ? ഈ ഫ്രണ്ടിൽ മാത്രമേ മാർക്ക് എഴുതാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്ന ടീച്ചർ നോക്കുന്നു, അപ്പോൾ ആ കുട്ടി 1ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയാണ്. അപ്പോൾ ടീച്ചർ ആൻസർ കീ മറിച്ച് നോക്കും കേട്ടോ. ആൻസർ കീ മറിച്ചാൽ 1ാമത്തെ ആൻസറും നമ്മുടെ ആൻസറും കമ്പയർ ചെയ്ത് നോക്കിയിട്ട് അവിടെ മാർക്ക് എഴുതും. അപ്പോൾ നിങ്ങൾ കൊണ്ടുപോയിട്ട് 25ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ ടീച്ചർ 25ാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ കിടക്കുന്നത്. അപ്പോൾ ടീച്ചർ എന്ത് ചെയ്യും, ടീച്ചറുടെ കയ്യിലുള്ള ആൻസർ കീ ടീച്ചർ ഞാൻ മറിച്ച് നോക്കണ്ട, ആൻസർ കീ മറിച്ച് നോക്കിയിട്ട് സ്റ്റാൻഡ് ഔട്ട്. അപ്പോൾ തന്നെ അപ്പോൾ ആ ക്വസ്റ്റ്യൻ നോക്കുന്നു, ആ ആൻസർ കീയും അതും കൂടി കമ്പയർ ചെയ്ത് മാർക്ക് കൊടുക്കുന്നു. വീണ്ടും എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ വീണ്ടും പാർട്ട് ബിക്ക് വന്നിട്ടുണ്ടാവും, മനസ്സിലായോ? 2ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ടീച്ചർ വീണ്ടും ആൻസർ കീ വീണ്ടും മറിച്ചു, മനസ്സിലായോ? ആൻസർ കീ മറിച്ച് വയ്ക്കുക. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ തോന്നുമ്പോൾ എഴുതുമ്പോൾ നിങ്ങൾ വിചാരിക്കും കുഴപ്പമില്ല, പക്ഷേ പേപ്പർ നോക്കുന്ന ടീച്ചർക്ക് എന്താ വെച്ചിട്ട് ആ ടീച്ചറെ കണ്ണ് അങ്ങോട്ട് മറിച്ച് ഭ്രാന്താവും. അപ്പോഴേക്കും ഒരു അരമണിക്കൂർ ആകുമ്പോഴേക്കും ഭയങ്കര ഒരു തലവേദന വരും. അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ ടീച്ചർമാരെ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക. എന്നിട്ട് അതിൽ എന്തെങ്കിലും ഉണ്ടാവുമോ? ഞാൻ എൻ്റെ അനുഭവം പറയാം, 17 പേപ്പർ നോക്കണം ഒരു ദിവസം നോക്കാം, ഒരു ബണ്ടിൽ ഉണ്ടാവുക, അടുത്ത ബണ്ടിൽ 17 പേപ്പർ, അങ്ങനെ ഒരു 17 പേപ്പർ നോക്കുമ്പോഴേക്കും നമുക്ക് തലവേദന ഇങ്ങനെ തുളച്ച് കയറുന്ന പോലെ ആയിരിക്കും, മനസ്സിലായി? അത് ആ റൂമിലിരുന്ന് നോക്കണം നീ. അപ്പോൾ അവിടുത്തെ അവരെ കഷ്ടപ്പാടുകൾ നീ നിങ്ങൾ അയ്യോ ഇത്ര നേരം മൈക്കില്ലാത്ത ക്ലാസ് എടുത്തിരുന്ന അടിപൊളി. ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ആവട്ടെ. അപ്പോൾ അത്രയും മയക്ക് വെക്കേണ്ടാണ് ക്ലാസ് എടുത്തിരുന്നത് തോന്നുന്നത്. കുഴപ്പമില്ല, എന്തായാലും ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പോൾ അപ്ലോഡ് ചെയ്യാം, കുഴപ്പമില്ല. മൈക്ക് ചെറുതായിട്ട് കേൾക്കും, നമ്മൾ പറയുന്നത് കേൾക്കട്ടോ കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നതാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ വെറുപ്പിക്കരുത്, മനസ്സിലായോ? അതുകൊണ്ടാണ് കുറേ ആൾക്കാർ തോറ്റു പോകുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ടും ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ മൈൻഡ് സെറ്റായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ മൈൻഡിനെ മാറ്റിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, മനസ്സിലായോ? അപ്പോൾ പിന്നിട്ട് ടീച്ചർമാർ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ തന്നെ പറയും, എന്തെങ്കിലും കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങളിങ്ങനെ തോന്നിയത് എന്തെങ്കിലും എഴുതിക്കും. ചിലവർ അതിൽ ഇങ്ങനെ അയ്യോ രക്ഷിക്കണം സാറേ എന്നിട്ട് എഴുതിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ലാസ്റ്റ് ചാൻസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. അങ്ങനെ എഴുതിയിട്ട് യാതൊരു കാര്യമില്ല, മനസ്സിലായല്ലോ? ഒരു കാര്യമില്ല, ആരും രക്ഷപ്പെടുത്തുന്നില്ല കേട്ടോ. പഠിച്ചവരൊക്കെ രക്ഷപ്പെടുത്തുക, പഠിച്ചിട്ട് എന്തെങ്കിലും എഴുതിയാലും മാർക്ക് കൊടുക്കും. പക്ഷേ പഠിക്കാതെ എന്നെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കേട്ടല്ലോ? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നല്ല നീറ്റായിട്ട് എഴുതുക. ആൻസർ ഷീറ്റിന് അതിൻ്റേതായ ഒരു നീറ്റ്നെസ് കൊണ്ടുവരാം. ഓക്കെ, അനാവശ്യ കാര്യങ്ങൾ എഴുതരുത്.
നീറ്റായിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഞാൻ പിള്ളേരോട് പറയുന്ന ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ഒരു അണ്ടർലൈനൊക്കെ ചെയ്ത് ഫോമിലൊക്കെ ആൻസറൊക്കെ ബോക്സിലൊക്കെ ആക്കി അങ്ങനെ സെറ്റാക്കി കൊണ്ടുവരുമ്പോണ്ടല്ലോ അടിപൊളിയായിരിക്കും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്യുക. ഇനി നമുക്ക് 2 പ്രോബ്ലം കൂടി സൈൻ എക്സിൻ്റെയും കോസ് എക്സിൻ്റെയും ഡെറിവേറ്റീവ് അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.